ഉച്ചക്കത്തേക്കുള്ള ഊണ് റെഡിയാക്കാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ 3 ഉണക്കമീൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും ഇനി എല്ലാം മേടിക്കണം. അപ്പോൾ ഉള്ളത് മൊത്തത്തിൽ ഒന്ന് തീർക്കുക, പിന്നെ പുതിയത് മേടിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് കേട്ടോ. അപ്പോൾ ഉണക്കമീനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ദേ വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ചെയ്യാണ്. പിന്നെ 2 സവോള ഇതിന് വേണ്ടി എടുക്കാനുണ്ട്. അപ്പോൾ ഉണക്കമീൻ വറുത്തത് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി എടുക്കാൻ തികയാൻ ചാൻസ് കുറവായത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണക്കമീൻ ചമ്മന്തി ആക്കിയാലോ എന്നുള്ളൊരിത്. അപ്പോൾ 2 സവോളേനെ ഞാൻ ക്ലീൻ ചെയ്തു, കട്ട് ചെയ്തിട്ട് വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കണില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഉണക്കമീൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വഴഞ്ഞ് അങ്ങനെയൊന്നും ആവണില്ല. അത്യാവശ്യം ഒന്ന് വഴഞ്ഞ് റെഡിയാക്കി കഴിയുമ്പോൾ കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചമ്മന്തി ആക്കിയാൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊരു കറി ആവുകയും ചെയ്യും. പിന്നെ ഞാൻ വെണ്ടക്കായ അതുപോലെ തന്നെ കുറച്ച് വെണ്ടക്കായ ഇരിപ്പുണ്ടായിരുന്നു, അതിനൊന്ന് ഉപ്പേരി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാവയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു പാവയ്ക്കാനും വരും ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാവയ്ക്കും ഇതും ചമ്മന്തിയൊക്കെ കൂടി ആവുമ്പോൾ അടിപൊളിയാവുമല്ലോ. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു സിസ്റ്റം. അപ്പോൾ ഒരു പാവയ്ക്കാനും കറിയാക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്, ആ ചാറ് കറി പോലെ. പിന്നെ വിചാരിച്ചു വേണ്ട, ഉപ്പേരി ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ കയ്പൊന്നും അങ്ങനെ കളയാറില്ല കേട്ടോ. കയ്പ് ആദ്യത്തെ ഒരു ഇതിലൊക്കെ മുമ്പൊക്കെ കളയാറുണ്ട്, പിന്നെ കളയാറില്ല. സ്റ്റീവ് കുട്ടൻ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവന് മീമിയില് എന്നിട്ടുണ്ടാക്ക ഇടാമോണ് സ്റ്റീവ്. എങ്ങോട്ട് പോയേ? എങ്ങോട്ട് പോയി? എങ്ങോട്ട് കളഞ്ഞേ? അത് ഒരെണ്ണം കൂടി ഉണ്ടായതോ? ബാറ്ററി അവിടെ പോയി. എവിടെ ബാറ്ററി? ഒരെണ്ണല്ലോ, ഒരു ബാറ്ററിയും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ വെച്ചോളാം, നീ ബാറ്ററി എടുത്തതാ. ഇത് സ്ക്രൂ ഡ്രൈവർ വേറെ എടുത്തിട്ട് വരാം കേട്ടമ്മ. ഇത് വേറെ സ്ക്രൂ ഡ്രൈവർ, ഇത് ബിഗ് സ്മോൾ എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പം അങ്ങനെ സ്റ്റീവട്ടൻ ഹാപ്പിയായി. അപ്പം ഞാൻ ചാറ് കറിക്ക് വേണ്ടി പരിപ്പ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പരിപ്പിൽ കുറച്ച് ഒരു സവോളയും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ പാവയ്ക്കയിലേക്ക് അതുപോലെ തന്നെ ഞാൻ സവോളയും പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ടു. പിന്നെ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇടണുള്ളൂ. പിന്നെ അടച്ച് വെച്ച് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് സിമ്മിലിട്ട് വേവിച്ചാൽ അത് വെന്ത് ഒന്ന് റെഡി ആയിക്കോളും. കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ അപ്പം അങ്ങനെ നമ്മുടെ പാവയ്ക്കും റെഡി ആയിക്കോളും. പിന്നെ പരിപ്പ് അങ്ങനെ അതേ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പരിപ്പും കൂടി ഒന്ന് കാച്ചി ഒഴിച്ചാൽ മാത്രം മതി. സ്റ്റീവ് അമ്മാമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ പാട്ടും കൊണ്ട്. ഇനി അവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇനി ചമ്മന്തി റെഡിയാക്കാം. അപ്പോൾ ഞാൻ മിക്സഡ് ജാർ എടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ സവോളയും ഉണക്കമീനും ആ ഒരു മിക്സ്, പിന്നെ പുളി, ആവശ്യത്തിനുള്ള പുളി ഇട്ടിട്ടുണ്ട്. അത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ഇപ്പം ഇടണില്ല, കാരണം ഓൾറെഡി ഉണക്കമീനിലൊരു ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉപ്പൊന്ന് നോക്കിയിട്ട്, ഉപ്പ് കുറയാൻ കുറച്ച് ചാൻസ് ഉണ്ട്, കാരണം ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്താൻ വെച്ചായിരുന്നു ഉപ്പ് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇട്ടു എരിവിന് വേണ്ടി. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കേണ്ട, കാരണം ഓൾറെഡി ഞാൻ ആദ്യം വറുത്ത സമയത്ത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കൂടി പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ദേ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു. ഉപ്പ് കുറവ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ചമ്മന്തിയാണ്. കുറച്ച് മധുരം പുളിയൊക്കെ ഉണ്ട്, കാരണം സവോള കൂടുതൽ ഇട്ടോണ്ടേ. പിന്നെ നമ്മുടെ പരിപ്പിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൊരിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ നമ്മുടെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് കുക്കറിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പരിപ്പ് കറി അങ്ങനെ റെഡിയാവും. പെട്ടെന്ന് കുറച്ച് ഐറ്റംസ് ആണെങ്കിലും പെട്ടെന്ന് കുക്കിംഗ് തീർന്നു കേട്ടോ. പിന്നെ സ്റ്റീവ് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവന് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ ആൾ
ആൾ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി. അപ്പോൾ ചോറ് കൂറ്റി, ചോറും ചമ്മന്തിയും പരിപ്പ് കറിയും പിന്നെ അതേ പാവയ്ക്ക് ഉപ്പേരിയും വെണ്ടയ്ക്ക് ഉപ്പേരി ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സ്റ്റീവിനൊക്കെ ഉറക്കി പിന്നെ റെഡി ആക്കിയിട്ട് സ്കൂളിൽ പോകണം ഗ്രേസിൻ്റെ. അപ്പം ഞങ്ങളിതേ ഗ്രേസിൻ്റെ സ്കൂളിലേക്ക് വേണ്ട. ഇന്ന് UKGയുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പം അതിന് വേണ്ടി പോവാണ്. ഇന്ന് ഒരു ഫാഷൻ ഷോ ഒക്കെ ഉണ്ട് ഗ്രേസിൻ്റെ. അപ്പോൾ ഒരു ഫുള്ള് ഉടുപ്പും പിന്നെ അതിന് പറ്റിയ ആക്സസറീസ് ഒക്കെയാണ് കൊടുത്തയക്കാൻ പറഞ്ഞേക്കണേ. ആ ഫുള്ളല്ല ഉദ്ദേശിച്ചത്, ഇത് വേറെ ഫുള്ളാണ്. അപ്പോൾ മനസ്സമ്മതത്തിന് മേടിച്ചായിരുന്നു ഉടുപ്പുണ്ടല്ലോ അനിയന്റെ. അപ്പൊ ആ ഉടുപ്പ് കൊടുത്തയച്ചാണ്. പിന്നെ കുറച്ച് ചെറിയൊരു ക്രൗണും മാലയും വലയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ കാണാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. എങ്ങനെ ഉണ്ടാവും എന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മേക്കപ്പ് അവരെ ടീച്ചർമാർ ചെയ്യുന്ന പറഞ്ഞ നമ്മൾ ഈ യൂണിഫോമിലാണ് പറഞ്ഞയച്ചേക്കണേ. ഈ ഫാഷൻ ഷോനുള്ള മേക്കപ്പ് അറിയണേ അവര് തന്നെ ചെയ്യും, ടീച്ചർമാർ ചെയ്യും. പിന്നല്ലാണ്ട് അവര് ചെയ്യാ, ടീച്ചർമാരായിരിക്കണം. അങ്ങനെയാണ് അവള് പറഞ്ഞേ. പിള്ളേരുടെ അല്ലേ UKG, അങ്ങനെ അവരുടെ മാത്രം പ്രോഗ്രാം ആയതുകൊണ്ടേ അതിന് വലിയ ഫംഗ്ഷൻ അല്ലല്ലോ ചേട്ടാ, ചെറിയൊരു പരിപാടി അല്ലേ. എന്താടാ എന്നിട്ടാ? അപ്പൊ ഞങ്ങള് സ്കൂളിൽ എത്തിയിട്ടാ. ബസ്സുകളൊക്കെ പോയില്ലേ. പാർക്ക് ചെയ്യാൻ ഇവിടെ ഉണ്ട് സ്ഥലം. ഈ ഏരിയയിലുണ്ടോ? അപ്പം അങ്ങനെ അതേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ച് അങ്ങനെ ഇരുന്നു. സ്റ്റീവ് ഇവിടെ നിന്നപ്പോഴേക്കും ഉറങ്ങിയിട്ടാ. അങ്ങനെ പ്രോഗ്രാമൊക്കെ തുടങ്ങി ഗ്രേസിൻ്റെ പേരും കൂടി നടന്നു പോകുന്നുണ്ട്. പിന്നെ അതേ അവർ സ്റ്റേജിൽ കയറാൻ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ പരിപാടി ഏകദേശമൊക്കെ തീരാറായിട്ട്. അപ്പോൾ അവരോട് പാട്ടൊക്കെ പാടി. ഇത് ഞങ്ങൾക്കുള്ളൊരു സർപ്രൈസാണ് കേട്ടോ അവരുടെ കയ്യിലുള്ളത്. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി, അവൾ ഹാപ്പിയായി. കാരണം ചിരിച്ച് പേടിയൊന്നും ഇല്ലാണ്ട് പ്രസൻറ്റ് ചെയ്തു കേട്ടാ. കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ ഫാമിലി ഗെറ്റ് ടുഗദർ LKGയുടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം ഡോക്ടർ ആവാനായിരുന്നു. ഈ പ്രാവശ്യത്തെ ആഗ്രഹം കോണ്ടന്റ് ക്രിയേറ്റർ ആവാനാണ്. ഇനി അടുത്ത വർഷം എന്താവും അറിയില്ല. അപ്പം അങ്ങനെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി കാറിൽ കയറാൻ പോവാണ്. പോലെ നിക്കടി. അപ്പൊ അങ്ങനെ ഫാഷൻ ഷോയും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇതേ പോവാൻ പോവാണ്. കുഴപ്പമില്ലായിരുന്നല്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. ഗ്രേസിന്റെ ചിരിയാണ് എനിക്ക് ഇഷ്ടമായത്, ഭയങ്കര ചിരിയായിരുന്നു. പോവാ കേറ് 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 കേറ്. ഡ്രസ് നോക്കി പിടിക്കേ. അതെല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരണ വഴിക്ക് സ്റ്റീവ് എഴുന്നേറ്റ് കിട്ടാ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.